ഹലോ, ഞാനിപ്പോൾ ഈ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് വെളുപ്പിനെ 5:30 മണിക്കാണ്. കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ടു തൊഴാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് 4:30 മണിക്കൂർ യാത്ര കഴിഞ്ഞ് വേണം നമ്മളവിടെ എത്താൻ. പോകുന്ന വഴിക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ചു. വിശപ്പ് കാരണം വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ 4:30 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. മിതുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് എൻ്റെയിലും മാച്ച് ആവുന്ന ഒരു ഫ്രോക്കൊക്കെയാണ് ഇട്ട് കൊടുത്തത്. എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? മിതുട്ടിക്ക് അമ്മയുടെ മുന്നിൽ ചോറൂണ് കൂടിയുണ്ട്. അമ്പല ഗ്രൗണ്ടിൽ എത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യൂ. ആ വരിയുടെ നീളം കണ്ടപ്പോൾ തന്നെ ഞാൻ പകുതി ഓഫായി. ഇങ്ങനെ നിന്നാൽ വരിയുടെ നീളം ഇനിയും കൂടുമെന്നും പറഞ്ഞ് എൻ്റെ ഭർത്തു എന്നെ പിടിച്ച് വരിയിൽ നിർത്തി. അങ്ങനെ ഫ്രോക്കൊക്കെ ഇട്ട് നിന്ന് എൻ്റെ കൺമണി ചൂട് കൂടി ബഹളം വെച്ച് ഇട്ടിരുന്ന തുണിയെല്ലാം ഊരി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചോറൂണിന് രസീത് എഴുതിക്കാൻ പോയപ്പോഴാണ് ആ നഗ്നസത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. കുഞ്ഞിനെയും കൊണ്ട് വെയിലത്ത് നിൽക്കേണ്ട, ഡയറക്റ്റ് അമ്പലത്തിനടുത്ത് വരാം. പക്ഷെ അവിടെയും വിധി മറ്റൊന്നായിരുന്നു സുഹൃത്തുക്കളെ. അമ്പലത്തിനകത്ത് ഏതോ കുഞ്ഞു വൊമിറ്റ് ചെയ്തതുകൊണ്ട് ശുദ്ധികലശമൊക്കെ നടത്തിയതിന് ശേഷമേ പിന്നീട് നട തുറക്കൂ. അതായത് ഒരു 2.5 മണിക്കൂർ താമസം വരും. ആ 2.5 മണിക്കൂർ കുഞ്ഞുമായിട്ട് വെയിലത്ത് നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ കാറിലേക്ക് പോന്നു. അച്ഛനും അമ്മയും അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ 2.5 മണിക്കൂറത്തെ താമസത്തിനൊടുവിൽ നമ്മൾ മിതുട്ടിക്ക് ചോറ് എടുക്കുകയാണ്. അവൾ അതുവരെ കരഞ്ഞ് നിലവിളിച്ചൊക്കെ നിന്നെങ്കിലും ചോറ് എടുക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും അവൾ ഓക്കെ ആയി. അങ്ങനെ ഹാപ്പി ആയിട്ട് കുഞ്ഞിപ്പെണ്ണ് ചോറൊക്കെ കഴിച്ചു. മിതുട്ടി മാത്രമല്ലായിരുന്നു, വേറെയും കുറേ കുഞ്ഞു വാവകളൊക്കെ ഉണ്ടായിരുന്നു ചോറൂണിന്. അങ്ങനെ ചോറൂണും കഴിഞ്ഞ് ദേവിയും കണ്ടു തൊഴുത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം 3-3:30 ആയിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും അങ്ങേ അറ്റം വരെ എത്തിയിട്ടും ഉണ്ടായിരുന്നു. എന്നിട്ടും ആലപ്പുഴയൊക്കെ എത്തിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. ഞങ്ങൾ കയറിയ ഹട്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയാണിത് നേരിട്ട് കാണാൻ. ഞാൻ എടുത്തതിൽ അത്ര ഭംഗി വന്നിട്ടില്ല. അങ്ങനെ മിതുട്ടിയുടെ സഹകരണം കാരണം നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടതാണിത്. പള്ളിയിൽ എന്തോ പ്രോഗ്രാമാണ്, എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. നല്ല രസമായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ബാൻഡ് മേളവും ചെണ്ടമേളവും ഒത്തിരി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടായിരുന്നു തിരിച്ചുള്ള മടക്കം. അപ്പോൾ ഓക്കെ, ബായ്.